നമസ്കാരം. എന്താണാവോ ആ റിപ്പോർട്ട് വരാത്തതെന്ന് കാത്തിരിക്കുകയായിരുന്നു. പള്ളിയിൽ അച്ഛന്മാർക്ക് അടി, പള്ളി തകർക്കുന്നു, ഹിന്ദുത്വവാദികൾ. കഴിഞ്ഞൊരു 10-20 ദിവസമായിട്ടൊന്നും കേൾക്കാനില്ലല്ലോ എന്ന് കരുതിയിരിക്കുമ്പോൾ വന്നു. ജബൽപൂരിൽ കത്തോലിക്ക പുരോഹിതന്മാർക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ട്. അവിടെയുള്ള ആ പള്ളിയിൽ ഇരുന്നിരുന്ന അൽമായന്മാർ സാധാരണക്കാരുടെ ക്രിസ്ത്യാനികൾക്ക് അടി കിട്ടിയിട്ടുണ്ട്. പള്ളിയുടെ പല ഭാഗങ്ങളും അടിച്ചു പൊളിച്ചിട്ടുമുണ്ട്. എന്ത് പറയുന്നു? കാസേ എന്ത് പറയുന്നു? ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെന്താ പറയുന്നറിയോ? അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റം ഏതായിരിക്കും അറിയാമോ? ജബൽപൂരിലെ കത്തോലിക്ക പള്ളി തകർത്തിട്ടുണ്ടല്ലോ, എന്താ നിങ്ങളുടെ അഭിപ്രായം? കഴിഞ്ഞു. ഇതാണ് കാസ. ഏതായാലും ഇനി പള്ളിയിലച്ഛന്മാർ KCBCയുടെ ഒരു യാത്രയുണ്ടാവും അവിടേക്ക്, നമ്മളുടെ അമിത്ഷായെ കാണാൻ വേണ്ടിയിട്ട്. വീണ്ടും ഒരു മുഖവരിയും കൂടാതെ വീണ്ടും ഒരു കാര്യം പറയാം. അതായത് വീണ്ടും ഇതിപ്പോൾ ഒരു സാധാരണ സംഭവമായി മാറിയല്ലോ. പിന്നെ എന്തിനു മുഖവുര? പള്ളിയിൽ കയറി അടിച്ചിട്ടുണ്ട്. ആര്? ഹിന്ദുത്വ എക്സ്ട്രീമിസ്റ്റുകൾ, ഹിന്ദുത്വ ഭീകരന്മാർ, RSSകാർ. ജബൽപൂരിലാണ് സംഭവം. കത്തോലിക്ക പുരോഹിതന്മാർക്ക് അടി കിട്ടണം. അവർക്കത് കിട്ടണം. കാരണം ഇവിടുന്ന് ഈ പാവപ്പെട്ട അൽമായന്മാരുടെ പൈസ എടുത്ത് ഫ്ലൈറ്റിൽ പോയിട്ട് ഇവരുടെ ഒരു അമിത്ഷയെ കാണുന്ന ഒരു പരിപാടിയുണ്ട്. ഇവർ മാത്രമല്ല, മറ്റേ പാർട്ടിയുണ്ട്, മുസ്ലിങ്ങളുടെ ഇടയിലുണ്ട്. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടുന്ന് പറക്കും എല്ലാവരും കൂടി. 5-8 അച്ഛന്മാരും അവരെല്ലാവരും കൂടി അവിടെ പോകും. 1 മിനിറ്റോ 2 മിനിറ്റോ അപ്പുറത്തോ ഇപ്പുറത്തിരുന്ന് എന്ന് ചിരിക്കാനൊരു അവസരം കൊടുക്കും അമിത്ഷാ. ഇവരെയൊന്നും കണ്ടുകൂടാ അവർക്കൊന്നും. മോഡിയെ കാണൽ നിർത്തി, അമിത്ഷായെ കാണും, ഫോട്ടോ എടുക്കും, ഇവിടെ കൊണ്ട് കാണിക്കുന്നത് ഞങ്ങൾ ചർച്ച ചെയ്തു ന്യൂനപക്ഷങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ചർച്ച ചെയ്തു. എന്ത് ചാറ്റ? 2 മിനിറ്റ് കൊണ്ട് 3 മിനിറ്റ് കൊണ്ട് എന്ത് ചർച്ച? അയാൾ ചിരിച്ച് കാണിക്കും, അത്രമാത്രം. ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുക്കുക, അത്രമാത്രം. അത് കഴിഞ്ഞാൽ ഒരു ഫ്ലൈറ്റിൽ തിരിച്ച് നടക്കുമ്പോൾ ഇവിടെ എത്തുന്നതിന് മുമ്പ് 2 അടി വേറെ നടക്കുന്നു. ഇവിടെ കേരളത്തിൽ മാത്രമാണ് അടി കിട്ടാതെ ജീവിച്ചു പോണത്. അതിന് എത്ര കാലം എന്ന് കണ്ടറിയണം. കേരളത്തെ സ്ഥിതിഗതികൾ കണ്ടല്ലോ. ഇപ്പോൾ നാളിതുവരെ ഇല്ലാത്തൊരു കാര്യമല്ലേ നടന്ന്? എമ്പൂരാനെ ഊമ്പൂരാനാക്കി മാറ്റിയില്ലേ? ലാലേട്ടനെ മാപ്പേട്ടനാക്കി മാറ്റിയില്ലേ? വെറുതെ അവരൊന്ന് ചോറിലെടുത്ത സമയത്ത് കഴിഞ്ഞു. എത്ര വെട്ടണം? എല്ലാം വെട്ടി, ഇറച്ചി വെട്ടണ പോലെ വെട്ടി. ചിക്കനൊക്കെ നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോൾ പറയില്ലേ, അതൊരു 10-20 കഷ്ണമാക്കി വെട്ടണം കേട്ടോ എന്ന്. 24 നമുക്ക്. അപ്പോൾ അവർ തിരിച്ചു പറയാം, നമുക്കൊരു എമ്പൂരാൻ വെട്ടാണ്ട് വെട്ടാം. എന്താ എമ്പൂരാൻ വെട്ട്? 24 വെട്ട്. അത് നല്ല കാര്യമാണ്. ഡബിൾ എമ്പൂരാൻ എത്രയാ? 48 വെട്ട്. അപ്പോൾ ഇവിടേക്കും കാര്യങ്ങൾ കടന്നിട്ടുണ്ട്. ഇവിടെയും അവരെല്ലാവരും പേടിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഇവിടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ ഇവിടെ, വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഇവിടെ ഭരണത്തിൽ അവർ കയറുമെങ്കിൽ പോലും ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് ആണ് ഇപ്പോൾ ഇവിടെ RSS നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെ കൊണ്ട് ഭരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിണറായി വിജയനാണെങ്കിലും അതെ, VD സതീശനാണെങ്കിലും അത് ആരാണെങ്കിലും പോലും അവരെ കൊണ്ട് ഭരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എത്ര കാലം ക്രിസ്ത്യാനികൾക്ക് ഇവിടെ സുരക്ഷയായിട്ട് നിൽക്കാൻ കഴിയുന്നുള്ളത് കണ്ടറിയണം. ഏതായാലും ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഒരു യാത്രയുണ്ടാവും. അവിടെ ചില ഇളിച്ചു നോക്കിയൊരു ഫോട്ടോ എടുത്തിട്ട് ഇവിടെ കൊണ്ട് പ്രദർശിപ്പിക്കലുണ്ടാകും. ഈ അടി കിട്ടി ഇവിടെ എത്രയും എത്തിക്കഴിയുമ്പോഴേക്കും നമ്മളുടെ ഓർഗനൈസർ പത്രമുണ്ട്, ആരും അറിയാത്ത പത്രം, ഇപ്പം എല്ലാവരും അറിഞ്ഞു തുടങ്ങി. ആ ഓർഗനൈസറിൽ വരും, ഞങ്ങൾ ക്രിസ്ത്യാനികളോടൊപ്പം പറഞ്ഞ് എന്തായാലും പറയാ, ഒരു പാട്ടുണ്ടല്ലോ, ഉണ്ണി വാ വാ വാ, ഉണ്ണി യേശു വാ 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 എന്നൊരു പാട്ടുണ്ട്. ആ പാട്ടകൾ പാടും, സന്തോയം. അതിൻ്റെ അടുത്ത ആഴ്ചയിൽ വീണ്ടും അടി നടക്കും. ഇവർ വീണ്ടും ഡൽഹിക്ക് പോകും, അമിത്ഷായിട്ട് കൂട്ടി വിളിച്ചിരിക്കും, ഫോട്ടോ കൊണ്ട് കാണിക്കും. அப்படி ഓർഗനൈസിൽ വരും, ഉണ്ണി വാവാവോ ഉണ്ണി യേശു വാവാവോ.
അത് കഴിഞ്ഞ് അടുത്ത ആഴ്ചയിൽ നിങ്ങൾ പറ ബാക്കി എന്താ ഉണ്ടാവണേന്ന്. ഇതല്ലേ ഇവിടെ നടക്കുന്നത്. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നല്ല അടി കൊടുക്കുന്നുണ്ട് അവർ. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ഇനി അടി പൊട്ടും. ഇവരുടെ പള്ളി എവിടെയൊക്കെ ഉണ്ടെന്നറിയാൻ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. കാരണം പള്ളിയുടെ മേൽഭാഗം വരുമ്പോൾ പണിതിട്ടുള്ളത് ഒരു നെടുനീളൻ ഹോള്, ഏകദേശം ഈ രൂപത്തിൽ വരും. ഏകദേശം ഒരു നെടുനീളൻ ഹോള്, എന്നിട്ട് അതിൻ്റെ അൾത്താര, അതിൻ്റെ ഇപ്പുറത്ത് രണ്ട് മുറികൾ. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇത് ഈ ഭാഗം അൾത്താരയുടെ ഭാഗമാണ്. ഈ ഭാഗവും രണ്ട് മുറികളാണ്. ഇത് ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു സ്പേസാണ്. എന്നിട്ട് ഇതിൻ്റെ ടെറസിൻ്റെ മേൽഭാഗത്ത് വരുന്നത് ചെയ്തതെന്ന് അറിയാമോ? അതിൻ്റെ മേൽഭാഗം കറുപ്പടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ യുദ്ധവും മറ്റുള്ള കാര്യം ഉണ്ടാകുമ്പോൾ യുദ്ധവിമാനങ്ങൾ മേലോട്ട് പോകുമ്പോൾ, അമേരിക്കയ്ക്കാണല്ലോ യുദ്ധത്തിൽ വീരന്മാർ പോകുന്ന സമയത്ത് ഇത് കാണുമ്പോൾ ഒരു കുരിശിൻ്റെ ആകൃതിയില്ലയോ, അപ്പോൾ അവർ പറയും അവിടെ ബോംബിടുന്നത്, അവിടെ പള്ളിയുണ്ടെന്ന്. ഇപ്പോൾ അത് തിരിച്ചടിച്ചിരിക്കുകയാണ്. ആർഎസ്കാർക്ക് മേലൊക്കെ പോകുമ്പോൾ അറിയാൻ പറ്റില്ല, അവിടെ ഒരു പള്ളി, ഇവിടെ ഒരു പള്ളി, ഇവിടെ ഒരു പള്ളി. ഇനിയിപ്പോൾ അതിൻ്റെ ഷേപ്പ് മാറ്റുക നല്ലത് അവർക്ക്. ഇവിടെ RSS എന്ന് പറയുന്ന സമയത്ത് ഇങ്ങനെ തുപ്പലൊരു മറ്റെന്താ ഏത്തായി ഒലിപ്പിക്കുന്നൊരു പാർട്ടി ഉണ്ടല്ലോ, കാസക്കുസ എന്തായാലും മിണ്ടാത്തെ. ഈ ഒരു കാര്യം വരുന്ന സമയത്ത് RSSകാർ ചെയ്ത് ശരിയായില്ലെന്ന് പറയാനുള്ള ആണത്തം എന്തുകൊണ്ട് കാണിക്കുന്നില്ല? ആണത്തില്ലാത്തതുകൊണ്ട്. എനിക്ക് ആണത്തില്ലടേ, കാര്യം കഴിഞ്ഞില്ലേ, എനിക്ക് ആണത്തില്ലടേ. ഇതാണ് കാസക്കൂസയുടെ നിലപാട്. അവർക്ക് എത്ര മാത്രമേ ഉള്ളൂ, കേരളത്തിലുള്ള മുസ്ലിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ ദ്രോഹിക്കണം, മാറ്റിക്കണം, അപഹസിക്കണം. അവനവൻ്റെ കാല് വെട്ടി ചോര കുടിക്കുക. അവനവൻ്റെ പള്ളികൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ പരസ്യമായിട്ട് ലോഹിയിട്ട് പുറത്ത് കിടക്കാൻ പറ്റിയ ഒരു അച്ഛൻ, അവിടെയുള്ള പള്ളിയിൽ അച്ഛൻ പുറത്ത് കിടക്കുന്ന പാൻറ്റും ഷർട്ടും ഇട്ടിട്ട്, ലോഹിയിട്ടിട്ടല്ല. കന്യാസ്ത്രീകൾ കാറിലോ മറ്റേ പ്രൈവറ്റ് ബസ്സിലോ സഞ്ചരിക്കുന്നവർ, പിള്ളേർ വരെ ചെറുത്തടിക്കും. ആ അവസ്ഥയിലേക്ക് അവിടെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം, ഈ RSSൻ്റെ കാല് പിടിക്കാൻ പോകുന്ന അത് ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും, ഞാനത് പറയുന്ന സമയത്തോണ്ട് പറയും, ഞങ്ങൾ സബ്സ്ക്രിപ്ഷൻ ഒഴിവാക്കും. ഒരുപാട് ഒഴിവാക്കി. അപ്പം അതെൻ്റെ വഴിക്ക് നടക്കട്ടെ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരുമ്പോഴും ഇന്ത്യയിൽ എവിടേക്കും മരങ്ങളുണ്ട്, അതിൻ്റെ ചുവട്ടിൽ കിടന്നുറങ്ങാൻ എനിക്ക് പറ്റും. ഞങ്ങൾക്ക് ഭിക്ഷ കിട്ടും. ഏത് ആശ്രമത്തിന് പോയാലും ഞങ്ങൾക്ക് ഭിക്ഷ കിട്ടും. പ്രത്യേകിച്ച് ഹിമാലയൻ താഴ്വരകളിൽ പോയി കഴിഞ്ഞാൽ ഭണ്ഡാര എന്ന് പറയുന്നത് പിന്നെ വിശദീകരിക്കാൻ സമയമില്ല, കിട്ടും നമുക്ക്. റോട്ടി, കപ്പട, മക്കാൻ, എലോം വിത്ത് സം മണി ഓൾസോ. അപ്പം ആയതുകൊണ്ട് തന്നെ അത്തരം ഭീഷണികൾക്കൊന്നും യാതൊരു പ്രാധാന്യവുമില്ല. നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ വഴിയാക്കി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പറയുന്നത്, എന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാര്യങ്ങൾ പറയുന്നത്. അത് മറ്റുള്ളവർ കേട്ടിട്ട് എത്രത്തോളം പേര് ഇവിടെ റീച്ച് കിട്ടുന്നു അത് നോക്കാൻ വേണ്ടിയിട്ടല്ലോ ഞാൻ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ഞങ്ങൾ നക്കി കൊടുത്താൽ മതിയായിരുന്നല്ലോ. ഞാൻ എന്തിനാണ് പലരും ഉന്നം വെച്ച് സംസാരിച്ചത്? എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്കൊരു നിലപാടുണ്ട്. RSS ഇവിടേക്ക് തേട്ടി ദക്ഷിണേന്ത്യയിലേക്ക് വരരുത്. ഉത്തരേന്ത്യയിലെ കാര്യം കഴിഞ്ഞു. ഞാൻ ഈ ഉത്തരേന്ത്യയിലേക്കൊന്നും പോകാൻ പറ്റില്ല. എന്നെ കണ്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഷേപ്പ് അവർ മാറ്റും. അവിടെ ഉത്തരേന്ത്യയിലേക്ക് പോകുന്നില്ല വർഷത്രയും. മറ്റത് വർഷത്തിൽ 2 പ്രാവശ്യം ഉത്തരേന്ത്യയിൽ പോകാറുള്ള ആളാണ് ഞാൻ. ഇപ്പം ഗംഗാ നദിയും കാണണ്ട, ഹിമാലയവും കാണണ്ട. പറ്റില്ല. പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് വേറെ രൂപത്തിലായിരിക്കും. പോകുന്നത് MGRന്റെ പോലെയാവും, തിരിച്ചു വരുന്നത് വെടിവേലിൻ്റെ പോലെയാവും. ഷേപ്പ് മാറ്റി വിടുവര്. അതുകൊണ്ട് RSS അത് മാത്രമാണ് എൻ്റെ നിലപാട്. അത് മാത്രമാണ്. ഞാനിവിടെ മുസ്ലിങ്ങളെ പ്രകീർത്തിക്കാനോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ പ്രകീർത്തിക്കാനോ അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പ്രകീർത്തിക്കാനല്ലോ നിൽക്കുന്നത്. RSSൻ്റെ മുന്നേറ്റത്തെ എന്നാൽ കഴിയുന്ന രീതിയിൽ അണ്ണാറക്കണ്ണനും തന്നാലായത്, അതാണ് എൻ്റെ മുദ്രാവാക്യം. എന്നാൽ കഴിയുന്ന രീതിയിൽ അതിന് തടയിടുക. ഒരു വിരൽ വെച്ച്, ഒരു ദ്വാരത്തിൽ ഒരു വിരൽ വെച്ചിട്ടാണ് നെതർലാൻഡിലൊരു പെൺകുട്ടി ആ രാജ്യത്തെ രക്ഷപ്പെടുത്തിയ കഥയുണ്ട്. എനിക്ക് എന്നെ ബോധിപ്പിക്കാനുള്ള കാര്യം മാത്രമേ ഉള്ളൂ. രാവിലെ ആണെങ്കിലും പകലാണെങ്കിലും അതേ സമയത്ത് കുറേ തെണ്ടിപ്പിള്ളേർ, ഈ മുസ്ലിം നാമധാരികൾ തന്നെ, നീ RSS അല്ലേടാ, നീ RSSൻ്റെ ചാരനല്ലേടാ, അവർക്ക് തന്നെ അവരോട് എനിക്ക് പറയാൻ കാര്യം ആണടാ, അത് നിൻ്റെ ഒന്നും ചെലവിലൊന്നല്ലല്ലോ, നിൻ്റെ ഒന്നും ചെലവിലല്ലല്ലോ.
നിങ്ങൾക്ക് ഇങ്ങനെയാണ്. ആരെങ്കിലും ഒരാൾ ഇത്തരം കാര്യങ്ങൾ, ഈ ന്യൂനപക്ഷം അനുഭവിക്കുക ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ചില ആൾക്കാർ സ്വഭാവമുണ്ട്. അതിനാണ് പറയുന്നത്, മറ്റേ ഇതിലൊരു കഥാപാത്രമുണ്ട്, മറ്റേ മഹാഭാരതത്തിലൊരു കഥാപാത്രമുണ്ട്, ഇരാവാനൊരു സ്വഭാവമുണ്ട്. യുദ്ധം നടക്കുമ്പോൾ ഏത് പക്ഷമാണോ ദൈന്യത അനുഭവിക്കുന്ന ആ പക്ഷത്ത് വരും. അതാണ് ഇരാവാൻ്റെ സ്വഭാവം. അതുകൊണ്ട് ഇരാവനെ യുദ്ധത്തിൽ പെടുത്തിയില്ല ശ്രീകൃഷ്ണൻ. ആരാണ് തോൽക്കുന്നത് അവരുടെ പക്ഷത്തിൽ കൂടും. എന്നെ സംബന്ധിച്ചിടത്തോളം നിരപരാധികളുടെ അമ്മ പെങ്ങന്മാർ, മുസ്ലിം സ്ത്രീകൾ അവരനുഭവിക്കുന്ന യാതകൾ എനിക്കത് സങ്കടം ഉണ്ടാക്കി. ഇനിയും ആ സങ്കടം തുടരുകയോ ചെയ്യും. അവർക്ക് സങ്കടം ഉണ്ടാകുന്നിടത്തോളം കാലം. അതിൻ്റെ പേരിൽ ഞാൻ പ്രതികരിക്കുമ്പോൾ ഇതിനകത്ത് കുറേ ചവിറ്റലകൾ, അമിത്ഷായുടെ കൂട്ടുകാർ, അമിത്ഷായുടെ കാല് നക്കുന്നവർ, അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ആൾക്കാർ പറയും ഇവൻ ആർ എസ് എസ് ചാരനാ. എന്നിട്ട് കുറേ ഫോട്ടോ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പറയും നരേന്ദ്രമോദി ദിവ്യനാണ്, നരേന്ദ്രമോദി ദൈവമാണെന്ന്. ഇതാർക്ക് എഴുതി വയ്ക്കാൻ പറ്റാത്തത്? ആളുടെ രൂപം മാറ്റാൻ ആർക്കാൻ പറ്റാത്ത. പക്ഷേ 4000-ൽ പരം വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിലൊരെണ്ണടുത്ത് കാണിക്കും. അത് അവർക്ക് മാറ്റി വയ്ക്കാൻ പറ്റില്ലല്ലോ. അത് ചലിക്കുന്ന ചിത്രമാണല്ലോ. അതെനിക്കൊരു എൻ്റെ ടങ് സ്ലിപ്പായിട്ടില്ല. അപ്പം അതെന്തോട്ടെ പറഞ്ഞു വരുന്നത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ എത്ര നക്കിയാലും, നിങ്ങൾ എത്ര കാല് നക്കിയാലും, എത്ര പ്രാവശ്യം അവിടെ പോയിട്ട് അപ്പുറത്തും ഇപ്പുറത്തും അമിത്ഷായുടെ ഒപ്പം ഫോട്ടോ എടുത്ത് നാട്ടുകാരെ കാണിച്ചാലും സത്യത്തിന് മറവെട്ടാൻ നിങ്ങൾക്ക് കഴിയില്ല. സത്യത്തിൻ്റെ മേലെ നിങ്ങൾക്കൊരു മതിൽ കെട്ടാൻ കഴിയില്ല. എത്ര വലിയ ഗംഗാ നദിയിൽ, ഞങ്ങളുടെ ആശ്രമത്തിൻ്റെ മുമ്പിൽ ഗംഗാ നദിയിൽ കുറച്ച് ഗംഗായിലേക്ക് ഇറങ്ങിപ്പോകാവുന്ന രീതിയിൽ വലിയ കോൺക്രീറ്റ് സ്ലാബുകൾ ഇട്ടു. അപ്പോൾ സ്വാമിജി പറഞ്ഞു, നോക്കൂ ഇത്രയൊന്നും പോരാട്ടോ, ഗംഗയുടെ ശക്തി ഭയങ്കര. അതുകൊണ്ട് ഇത്രയും പോകുന്ന വീതിയിലുള്ള കനമുള്ള കോൺക്രീറ്റ് സ്ലാബുകൾ ഇട്ടു. സെപ്റ്റംബർ മാസത്തിൽ മഴ ആരംഭിച്ചപ്പോൾ വെള്ളം പൊന്തി. വെള്ളം താന്നപ്പോൾ സ്ലാബിൻ്റെ വഴിക്ക് പോയി, ബംഗാൾ ഉൾക്കടലിലെത്തി. അത്രയും ശക്തമാണ് കാര്യങ്ങൾ എന്നർത്ഥം. അപ്പം ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വരുമ്പോൾ നമുക്ക് കൂട്ടിച്ചേർക്കാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇവരോട് നിങ്ങൾ ഏത് രീതിയിൽ നിങ്ങൾ അവരുടെ കാല് നക്കിയാലും, ഏത് രീതിയിൽ അവരിപ്പം ഫോട്ടോ എടുത്ത് നാട്ടുകാരെ ബോധിപ്പിച്ചാലും സത്യത്തെ നിങ്ങൾക്ക് മറകെട്ടാൻ പറ്റില്ല. ആണ് ഞാൻ പറഞ്ഞത്. സത്യത്തിനെ മറകെട്ടാൻ വേണ്ടി എത്ര വലിയ സ്ലാബ് കെട്ടിയാലും കാര്യമില്ല. ഗംഗാനദി ഒഴുക്കിക്കൊണ്ടു പോണ പോലെ സത്യം എല്ലാ വിധത്തിലും അസത്യത്തെയും ഇടിച്ചു തകർക്കുമെന്നർത്ഥം. ഇവിടെ 3 കാര്യങ്ങളാണ് ഞാൻ ഇടവിട്ട് കൊച്ചുകുട്ടികളോട് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. RSSനെ തൊട്ട് കളിക്കരുത്, ഷോക്കടിക്കും. കാരണം RSSകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധീശത്വം, അവരുടെ നിയന്ത്രിത്വം, അഥവാ അവരുടെ നിയന്താവ് ആരാണ്? അത് വാജ്പേയി അല്ല, അത് മാധവ് സദാശിവ ഗോൾവാൾക്കർ അല്ല, അത് ഡോക്ടർ കേശവ് ബൽറാം ഹെഡ്ഗേവാർ അല്ല, അത് വി ഡി സവർക്കറാണ്. വി ഡി സവർക്കറുടെ വാക്കുകളെ വിട്ടൊരു കളി സംഘപരിവാറിനില്ല. വി ഡി സവർക്കർ എന്താ പറഞ്ഞിട്ടുള്ളത്? 3 കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഹിന്ദുക്കളുടെ ആചാര ഉപചാര അനുഷ്ഠാനങ്ങളായിരിക്കണം ഈ രാഷ്ട്രത്തിൻ്റെ ആചാര ഉപചാര അനുഷ്ഠാനങ്ങൾ. നടന്നു വരുന്നില്ലേ കാര്യങ്ങൾ? കാണുന്നുണ്ടല്ലോ നിങ്ങൾ. പാർലമെൻറ്റിനകത്ത് കൊണ്ടുവച്ചിട്ടുള്ള കാര്യങ്ങൾ കണ്ടല്ലോ നിങ്ങൾ. ജനഗണമനയ്ക്കും പോകുന്ന വഴി കാണില്ല. ത്രിവർണ്ണ പതാക പോണ വഴി കാണില്ലേക്കും. വരാൻ പോകുന്നുള്ളൂ ഓരോന്നല്ല, ഓരോന്ന് വരാൻ പോകുന്നേ ഉള്ളൂ. ആചാര ഉപചാര അനുഷ്ഠാനങ്ങൾ ഹിന്ദുവിൻ്റെ ആചാര ഉപചാര അനുഷ്ഠാനങ്ങളായിരിക്കണം രാഷ്ട്രത്തിൻ്റെ ആചാര ഉപചാര അനുഷ്ഠാനങ്ങൾ. 1 മനസ്സിൽ വെച്ചോ. 1. പിന്നെ 2ാമത്, ഹിന്ദുവിന് സ്വാതന്ത്ര്യം. മറ്റുള്ളവർക്ക് തന്നെ. ഹിന്ദുവിന് സ്വാതന്ത്ര്യം, അവന് മാത്രമേ വോട്ടവകാശമുള്ളൂ, അവന് മാത്രമേ അവകാശങ്ങളുള്ളൂ, അവന് മാത്രമേ സ്വാതന്ത്ര്യമുള്ളൂ. ഹിന്ദുവിന് പരിപൂർണ സ്വാതന്ത്ര്യം, അതായത് മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യമില്ലായ്മ തന്നെ. എന്നാണോ ഹിന്ദുവിന് പരിപൂർണ സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത്, അതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. അത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളുക. 2ാമത്തെ പോയിന്റ് അതാ. 3ാമത്തെ പോയിന്റുണ്ട്. ഇന്ത്യയുടെ അവകാശികൾ, അഥവാ ഇന്ത്യയല്ല ഭാരതത്തിൻ്റെ അവകാശികൾ ഹിന്ദുക്കളാണ്. ആയതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ യജമാനത്വം അവർക്കാണ്. ഭാരതം ആര് ഭരിക്കണം അത് ഹിന്ദു തീരുമാനിക്കും. ഭാരതം ഭരിക്കുന്നത് ഹിന്ദുവാകണം, ഹിന്ദുത്വവാദിയാകണം. ഇതാണ് 3ാമത്തെ പോയിന്റ്. അതിന് തടസ്സം നിൽക്കുന്ന 3 ആൾക്കാരുണ്ട്, 3 കൂട്ടം ആൾക്കാർ. അത് അവർ വിധി എഴുതിയതാ. ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ ക്രിസ്ത്യാനികൾ ഇല്ലാതാക്കണം.
ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. രണ്ടാമത് മുസ്ലിങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകാർ. ഈ 3 കൂട്ടം ആൾക്കാരെയാണ് ഇല്ലാതാക്കണം. ആ ഒരു കാര്യം വി ഡി സവർക്കർ പറഞ്ഞ കാര്യം സംഘപരിവാറുകാർ തൂണുറപ്പിക്കുന്ന പോലെ ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് അവരുടെ മനസ്സിൽ. സ്ഥാണു ഖനന ന്യായപ്രകാരം. അത് ഒരു തൂണ് നമ്മൾ ഒരു കുഴി കുത്തി അതിനകത്ത് ഉറപ്പിക്കുന്നു, എന്നിട്ട് ഇങ്ങനെ ആട്ടി നോക്കുന്നു, എന്നിട്ട് അതിന് കുറച്ച് വെള്ളമൊഴിച്ച് കുറേ കല്ലുകളും കുറച്ച് മണ്ണിടുന്നു, വീണ്ടും നമ്മൾ ഉറപ്പിക്കുന്നു, വീണ്ടും ഇളക്കി നോക്കുമ്പോൾ അങ്ങനെ ഇളകില്ല, വീണ്ടും വെള്ളം ഒഴിക്കുന്നു, വീണ്ടും മണലും മറ്റുള്ള കാര്യങ്ങളൊന്നും സിമെൻ്റ് ഇടുന്നു, വീണ്ടും ഇളക്കി നോക്കുന്നു, ചെറുതായിട്ടുള്ള ഇളക്കം, അതുകൂടി തീർത്ത് കഴിഞ്ഞാൽ ഉറപ്പിച്ചു. അതാണ് സ്ഥാണു ഖനന ന്യായം എന്ന് പറയുന്നത്. അതൊരു ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഓരോ സംഘപരിവാരക്കാരൻ്റെയും ഓരോ സംഘയുടെയും മനസ്സിൽ. വി ഡി സവർക്കറിനെ മറികടന്നിട്ടുള്ള ഒരു നിയമവും സംഘപരിവാറിനുണ്ടാകാൻ പോകുന്നില്ല. ഇതിപ്പോൾ വേറൊരു കാര്യമുണ്ട്. ക്രിസ്ത്യാനികളുടെ സ്വത്ത് ഇപ്പോൾ വഖഫ് സ്വത്തിൻ്റെ കാര്യം നാളെ ഏതാണ്ട് തീരുമാനമാകും. INDIA മുന്നണി, ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായിട്ട് എതിർക്കാൻ വേണ്ടിയിട്ട് എതിർക്കുക മാത്രമല്ലേ പറ്റുള്ളൂ. നമുക്കതിൽ പറയുമ്പോൾ നിരാശയുണ്ട്. ഇന്നത്തെ സാഹചര്യത്തിൽ BJP എങ്ങനെ എതിർക്കാനാണ്? ആയതുകൊണ്ട് നാളെ അത് നിയമമാകും. വഖഫ് നിയമമായി കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ പേരിലുള്ള സ്വത്ത് മാത്രമൊന്നും ആവില്ല പോകുക. സ്വത്തുമേലാണ് നോട്ടം. കാരണം എന്താണ്? ഒരു ജനസമൂഹത്തിൻ്റെ നിലനിൽപ്പ്, അതിനാധാരം അവരുടെ കയ്യിലുള്ള ധനമാണ്. അല്ലാണ്ട് അവരുടെ സംസ്കാരമോ അല്ലെങ്കിൽ അവരുടെ ചിന്താപദ്ധതികളൊന്നുമല്ല. ഇത് തന്നെയാണ് ഗുജറാത്തിൽ ചെയ്തത്. കടകളായിട്ടുള്ള കടകൾ മുഴുവൻ തീ വെച്ച് എമ്പൂരാൻ കണ്ടല്ലോ. ആളുകളെ കൊല്ലുന്നതിനും ആളുകളെ കൊന്നു, അതിന് കൂടുതൽ ആൾക്കാരെ കൊല്ലേണ്ടവരും കൊന്നു. കടകൾ തീ വയ്ക്കുമ്പോൾ ഒരു അടുത്ത പറയുമ്പോൾ അവർ വിട്ടും. അവരുടെ എക്കണോമിയാണ് തകർത്തത്. വഖഫ് നിയമത്തിലൂടെ അള്ളാഹുവിൻ്റെ പേരിലുള്ള സ്വത്ത് മാത്രമൊന്നും അവരില്ല പിടിക്കുക. ഒരു വടി കിട്ടിക്കഴിഞ്ഞാൽ ആ വടി കൊണ്ട് തലയമ തല്ലണോ, കണ്ണും അടിക്കണോ, ചന്തിയും അടിക്കണോ, അതൊക്കെ പിന്നെ നാട്ടുകാർ തീരുമാനിക്കും, അതിൻ്റെ ആൾക്കാർ തീരുമാനിക്കും. നിയമം അങ്ങോട്ട് വന്ന് കിട്ടുന്നുണ്ട്. വഖഫ് സ്വത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എവിടേക്ക് നീളുന്നറിയാമോ? മുസ്ലിങ്ങളുടെ സ്വത്ത്. ഇവിടുന്ന് പോയിട്ട് കാല് പിടിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അവിടെ പോയിരുന്ന് കണ്ടിട്ട് കാല് പിടിച്ച് ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനാണെന്ന് വന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് നാട്ടുകാരെ ബോധിപ്പിച്ചവൻ പറഞ്ഞു ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ എന്താ ചെയ്ത്? നീ ആർ എസ് കാരനാണ്. ഇതല്ലേ പറഞ്ഞത്? RSന്റെ ചാരനാണെന്നല്ലേ പറഞ്ഞത്? അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആണ്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പറയുകയാണ്, ഞാൻ മുസ്ലിങ്ങളുടെ ആളല്ല, ഞാൻ ക്രിസ്ത്യാനികളുടെ ആളല്ല, ഞാൻ മറ്റേ രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു മാനസിക രോഗം പോലെയാണ്. RSSന്റെ വരവിനെ തടയണം. അതെൻ്റെ ചൈൽഡ്ഹുഡ് ഒരു സൈക്കോ പ്രോബ്ലമാണ് വാസ്തവത്തിൽ. ഒരു കാര്യം എൻ്റെ ഇന്നർ മൈൻഡിൽ അത് കുടികൊള്ളുകയാണ്. അതെൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങിയ പ്രശ്നമാണത്. അതെൻ്റെ മരണം വരെ അത് എൻ്റെ മനസ്സിലുണ്ടാകുകയും ചെയ്യും. RSSും ത്രയക്ഷരയോടുള്ള അറപ്പും വെറുപ്പും. എന്തായാലും ഇവിടെ വഖഫ് ബില്ല്, അത് ഈ കൂട്ടത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല. വഖഫ് ബില്ല് അവരെയും തകർത്തുകൊണ്ടിരിക്കുന്നത്. ഈ വഖഫ് ബില്ല് വരുന്ന സമയത്ത് ഇവിടെ ക്രിസ്ത്യാനികൾ പലരും പറഞ്ഞു. ഇന്നിപ്പോൾ ഞാൻ കണ്ടു കാസയുടെ നേതാവ് ഇരുന്ന് പറയുന്നു, വഖഫ് സ്വത്ത് എന്ന് പറഞ്ഞ് പാവപ്പെട്ട ക്രിസ്ത്യാനികളുടെ സ്വത്താണ് പിടിച്ചെടുക്കാൻ പോകുന്നത്. നിങ്ങൾ വഖഫ് സ്വത്ത് ആ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അതിന് റൈറ്റ് മാർക്കറ്റ് കൊടുക്കും. പിന്നാലെ വരുന്നുണ്ട്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന സ്വത്തുകളൊക്കെ മാർക്ക് കൊടുത്തു. സിലോൺ കൊടയുണ്ടല്ലോ, കാലുകൊട, അതുപോലത്തെ ഒരു ഇങ്ങനെ പിടിക്കാനുള്ളത്, അതുപോലത്തെ വലിയൊരു ചോദ്യം വരുന്നുണ്ട് കേട്ടോ. അമിത്ഷാ ഒരിക്കൽ ചോദിച്ചതാ. അതിനാണ് പേടിച്ച് പറിച്ചിട്ട് പിന്നെ കാല് പിടിക്കാനുള്ള പോക്ക് മാസാമാസം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബ്രിട്ടീഷുകാരും ഇവിടുന്ന് അനധികൃതമായിട്ട് സമ്പാദിച്ചെടുത്ത് ലക്ഷോപലക്ഷം ഏക്കർ സ്വത്തുകളും മറ്റുള്ള ചലിക്കുന്നതും ചലിക്കാത്തതും സ്ഥാവരവും ജംഗവുമായിട്ടുള്ള സ്വത്ത് ആർക്ക് കൊടുത്തു? ഉത്തരം പറയേണ്ടി വരും. താൽക്കാലികമായിട്ട് പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. കേരളത്തിലെ അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് സോപ്പിട്ടിരിക്കുകയാണ്. വഖഫ് സ്വത്തിൻ്റെ പുറകിൽ ഈ സ്വത്തിൻ്റെ കാര്യവും വരും. അവർ വിടൂല. കാരണം എന്താണ്? വി ഡി സവർക്കർ പറഞ്ഞു വെച്ചിട്ടുണ്ട്.
അവർ ആന്തരിക ശത്രുക്കളെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിനൊരു മാറ്റവും ഇതുവരെ വരുത്തിയിട്ടില്ല. ഏതായാലും ഞാൻ ഇതിനു മുൻപ് AP വിഭാഗം നേതാവ് അവിടെ പോയിട്ട് ന്യൂനപക്ഷത്തിൻ്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി പോയതാണെന്ന് പറഞ്ഞു. നാളെ വഖഫ് ബില്ല് നിയമമാകുമ്പോൾ ഞാൻ എൻ്റെ വിഷമമാണ് ചോദിക്കുന്നത്. ഇനി അതിൻ്റെ പേരിൽ തെറി വിളിച്ചോ, ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളാം. നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? അമിത്ഷായുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ അവതരിപ്പിച്ച കാര്യത്തിൽ നിങ്ങൾ വഖഫ് ബില്ലിൻ്റെ കാര്യം അവതരിപ്പിച്ചോ? വഖഫ് ബില്ലിനൊരു അതിനൊരു വികാരപരമായിട്ടൊരു പ്രശ്നം കൂടിയുണ്ട്. അത് വെറുമൊരു സ്വത്തല്ല. ഇവിടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ചോര നീരാക്കി ഉണ്ടാക്കിയ സ്വത്തിൽ ചില ഭാഗങ്ങൾ ചിലവർ അള്ളാഹുവിന് അതിനു വേണ്ടി കൊടുത്തു. അള്ളാഹുവിൻ്റെ സ്വത്താണത്. അതിൻ്റെ അവകാശം അള്ളാഹുവാണ്. ആ സ്വത്താണ് പിടിച്ചെടുക്കാൻ പോകുന്നത്. എന്താ പറയുന്നു? ന്യൂനപക്ഷങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി അങ്ങോട്ട് പറന്ന് അവിടെ വേണ്ടി കാല് പിടിച്ച് ഫോട്ടോ എടുത്ത് പാവപ്പെട്ട മുസ്ലിങ്ങളെ കാണിച്ച് ഞങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞു എന്ന് പറഞ്ഞിരിക്കണല്ലോ തന്തയും മോനും. എന്ത് പറയുന്നു നിങ്ങൾ? ഇത് ചോദിക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ ഇനിയും സബ്സ്ക്രിപ്ഷൻ ഒഴിവാക്കും. അങ്ങോട്ട് ഒഴിവാക്കണേ. ഇനിയിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കാലഘട്ടത്തിൽ എനിക്കുള്ള ആഹാരം വസ്ത്രം പാർപ്പിടം ആയങ്ങനെ തെണ്ടി തിന്നിട്ടാണെങ്കിലും ഞാൻ ജീവിക്കും. പക്ഷേ ഞാൻ നമ്മളുടെ ഇപ്പം ഒരുത്തട്ടുള്ള അയാളുടെ പേര് ലാലേട്ടൻ, അയാൾ മാപ്പേട്ടനായി മാറിയില്ലേ? അയാളുടെ ഊമ്പൂരാനും മറ്റേ മാപ്പൂരാനുമായിട്ട് മാറിയില്ലേ? അതുപോലെ ആവില്ല. ജയിലെങ്കിൽ ജയിലും. ഏതായാലും മാസം തികയുന്നതിന് മുമ്പ് ഞാൻ പ്രതീക്ഷിച്ച വാർത്ത വന്നു. ജബൽപൂരിലെ കത്തോലിക്ക പള്ളി അവിടെ കയറി പുരോഹിതന്മാർക്ക് അടി, അവിടെ കയറി അവിടെ ഇരുന്നിരുന്ന സാധാരണക്കാർക്ക് അടി. 2025 ജൂബിലിയുടെ ഭാഗമായിട്ട് ജബൽപൂരിലെ വിവിധ കത്തോലിക്ക പള്ളികളിലേക്ക് തീർത്ഥാടനം നടക്കുകയായിരുന്ന മാണ്ഡല ഇടവകയിൽ നിന്നുള്ളൊരു കൂട്ടം കത്തോലിക്ക തീർത്ഥാടകർക്കാണ് അടി കിട്ടിയിട്ടുള്ളത്. ബജരംഗ് ദളുകാരാണ് സംഘം അവരെ തടഞ്ഞു നിർത്തി ഓംതി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടവരെ. ഏതായാലും അവരേക്കും വിട്ടയച്ചു. കൊണ്ടുപോയി അവർ വിട്ടയച്ചു. വഴിക്ക് വെച്ച് ആരും തടഞ്ഞു. വിടറോ എന്ന് പറഞ്ഞു അവരെ വിട്ടു. അത്ര തന്നെ. പിന്നെ മറ്റൊരു പള്ളിയിൽ തടഞ്ഞു നിർത്തി റാഞ്ചി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് ജബൽപൂർ വികാരി ജനറൽ ഫാദർ ഡേവിസും രൂപത പ്രൊക്യൂറേറ്റർ ഫാദർ ജോർജ് ടീം പിന്തുണയും സഹായവും നൽകാൻ സ്ഥലത്തെത്തിയത്. അവിടെ വന്നപ്പോൾ അവിടുന്ന് അടികെട്ടി. അവിടെ അക്രമം ഉണ്ടായി. ശത്രുക്കൾ വന്ന് അവർക്ക് അടി വാങ്ങിച്ചു കൊണ്ടുപോയി നഷ്ടം. ഏതായാലും അതിൻ്റെ കുറേ വാർത്തകൾ എനിക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് ഈ കാസക്കാരുടെ വായയിൽ മറ്റേ നേന്ത്രപ്പഴമല്ല, വേറെ ഇവിടെ നമ്മളിവിടെ മാർക്കറ്റിൽ പോയി വലിയൊരു സാധനം കിട്ടും, ചൊരക്കാപ്പഴം പോലെ. അതുകൊണ്ട് കുത്തിയേറ്റി വെച്ചിട്ടുണ്ടോ? ഏതായാലും സംഘപരിവാറുകാർ സ്വപ്നം കാണുന്ന ഇന്ത്യ അവർ വാർത്തെടുക്കുന്നൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. നമസ്കാരം.